everyone. നമ്മൾ ഈ വീഡിയോയിൽ ട്രാൻസ്ലേഷൻ തിയറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചുകൂടെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ട്രാൻസ്ലേഷൻ തിയറും വരുന്ന രീതിയിലൊരു 2 പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് y double dash minus 6y dash plus 9y equal to t square e raised to 3t, y of 0 equal to 2, y dash of 0 equal to 17. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ സൊല്യൂഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണും, ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് കാണും. ലാപ്ലാസ് ട്രാൻസ്ഫോം കാണുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷനിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ സൊല്യൂഷൻ y of t-ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം equal to y of s. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. ദെൻ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ ലിനിയറിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് 6 ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് പ്ലസ് 9 ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y is equal to ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t സ്ക്വയർ e raised to 3t. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ തിയറം ആദ്യം അപ്ലൈ ചെയ്ത് വരും അല്ലേ. നമുക്ക് ടി സ്ക്വയറിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? 2/s³ അല്ലെ. ടി റൈസ് ടു എന്നിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് അറിയാം. അപ്പോൾ ടി സ്ക്വയറിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 2/s³. അതിനെ e റൈസ് ടു 3t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിനെ എസിനെ s-3 വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അപ്പോൾ അതാണ് ചെയ്തത്. അഗെയിൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y ഡബിൾ ഡാഷ് എന്തിനെ ഈക്വൽ ആയിരിക്കും? s സ്ക്വയർ y ഓഫ് s മൈനസ് s ഇൻറ്റു y ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0 മൈനസ് 6 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് എന്താ വരിക? s ഇൻറ്റു y ഓഫ് s മൈനസ് y ഓഫ് 0 ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇൻറ്റു പ്ലസ് 9 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y ദാറ്റ് ഈസ് y ഓഫ് s equal to ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ e raised to 3t. again ഞാൻ നേരത്തെ പറഞ്ഞു 2/s-3 ഹോൾ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് y ഓഫ് എസ് ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ സോൾവ് ചെയ്തെടുക്കുക. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് കാണും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അഗെയിൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എസ് സ്ക്വയർ y ഡബിൾ എസ് സ്ക്വയർ ഇൻറ്റു y ഓഫ് എസ് എസ് ഇൻറ്റു y ഓഫ് 0 y ഓഫ് 0 2. അപ്പോൾ s into 2 6 y dash of 0 okay, y dash of 0 17 minus 6 into s into y of s. okay, so minus 6 s y of s വരും. പിന്നെ minus 6 into y of minus y of 0. അപ്പോൾ 6 into plus 6 into y of 0 വരും. അപ്പോൾ plus 6 into y of 0 again 2. അപ്പോൾ 2 plus 9 y of s ആണ്. s അല്ല, y of s. 9y of s is equal to 2/s+3 ഹോൾ. സിംപ്ലിഫൈ ചെയ്യാം. y of s വരുന്ന ടേംസിനൊക്കെ ഇക്വേഷന്റെ ലെഫ്റ്റിൽ എഴുതുക, ബാക്കിയുള്ള ടേംസിനൊക്കെ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലേക്ക് മാറ്റും. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഒന്ന് സിംപ്ലിഫൈ നല്ലതായിരിക്കും. ഇവിടെ എന്തായിരിക്കും? 2s ഉണ്ടാവും. s into 2 2s മൈനസ് 17 ഉണ്ട്. ഇവിടെ പ്ലസ് 12 ഉണ്ട്. ഓക്കെ, പ്ലസ് 12 ഉണ്ട്. അപ്പോൾ മൈനസ് 17 പ്ലസ് 12 എത്ര വരാം? മൈനസ് 5. ഓക്കെ, അപ്പോൾ മൈനസ് 2s മൈനസ് 5 ആണ് ലെഫ്റ്റിൽ y ഓഫ് എസ് ഇല്ലാത്ത ടേം. അപ്പോൾ മൈനസ് 2sനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക, അപ്പോൾ 2 വരും. മൈനസ് 5നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക, പ്ലസ് 5 വരും. പ്ലസ് 2s പ്ലസ് 5. ഓക്കെ, പിന്നെ y ഓഫ് എസ് വരുന്ന ടേമിനൊക്കെ ഒരുമിച്ച് എഴുതുക, y ഓഫ് എസിനെ കോമൺ എടുക്കുക. അപ്പോൾ y ഓഫ് എസിനെ കോമൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി y ഓഫ് എസ് ഉള്ള ടേമിൽ ബാക്കി s സ്ക്വയർ. പിന്നെ വരുന്നത് ഇവിടെയാണ് y ഓഫ് എസിനെ ബാക്കി കോമൺ എടുത്താലും പിന്നെ ബാക്കി വരാം മൈനസ് 6s. പിന്നെ ഇവിടെയാണ് y ഓഫ് എസ് ഉള്ളത്. പ്ലസ് y ഓഫ് എസ് പോയാൽ ബാക്കി 9. അപ്പോൾ നമുക്ക് കിട്ടുക s സ്ക്വയർ മൈനസ് 6s പ്ലസ് 9 ഇൻറ്റു y ഓഫ് എസ് ഈസ് ഈക്വൽ ടു 2s plus 5 plus 2/s-3 ഹോൾ ക്യൂബ്. അപ്പോൾ അഗെയിൻ സിംപ്ലിഫൈ ചെയ്യുക. s സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 അതിനെ നമുക്ക് എന്ത് എഴുതാം? s-3 ഹോൾ ക്യൂബ് എന്ന് എഴുതാം, ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. s-3 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്.
അപ്പോൾ s minus 3 whole square into y of s is equal to 2s plus 5 in plus 2 by s minus 3 cube whole cube. Again, y of s നെയാണ് ആദ്യം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ y of s നെ ഇക്വേഷൻ ലെഫ്റ്റിൽ നിർത്തുക, മറ്റേ ടേമിന് കോഎഫിഷ്യന്റ് റൈറ്റ് സൈഡിലേക്ക് മാറ്റും. അപ്പോൾ s മൈനസ് 3 ഹോൾ സ്ക്വയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ രണ്ട് ടേമിനെ ഒരുമിച്ച് എഴുതുന്നുണ്ട്. 2s plus 5 divided by s minus 3 whole square plus 2 by s minus 3 whole cube into s minus 3 whole square ഉണ്ട്. അവിടെ ഒരു ക്യൂബ് ഉണ്ട്, സെയിം ടേമിന്റെ സ്ക്വയർ വരും. അപ്പോൾ s minus 3 whole raised to 5. y of s നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇൻവേഴ്സ് കാണാനാണ് വേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ ഇൻവേഴ്സ് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ടേമിന്റെ ഇൻവേഴ്സ് കാണാം. ഈ ടേമിന്റെ ഇൻവേഴ്സ് കാണണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ ഒന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. 2s plus 5 divided by s minus 3 whole square ഒന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ ഓൾറെഡി ചെയ്തു വെച്ചതാണ് നമ്മൾ ഇതിന്റെ മുന്നിലുള്ള ഒരു പ്രോബ്ലത്തിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്സ് ബാക്കിലോട്ടൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെ എഴുതാം. 2s plus 5 divided by s minus 3 whole square എന്നാണ് നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? a by s minus 3 plus b by s minus 3 whole square ആയിട്ട് കൺസിഡർ ചെയ്യും. എനും ബിനും സോൾവ് ചെയ്തെടുക്കും. ഇത് ഞാൻ ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അവസാനം നമുക്ക് b equal to 11 കിട്ടും, a equal to 2 കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 2s plus 5 divided by s minus 3 whole square is equal to 2 by s minus 3 plus 11 by s minus 3 whole square എന്ന് എഴുതാം. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്റ്റെപ്പിൽ ഞാൻ ചെയ്തത് ഈ ടേമിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തതാണ്. ഇത് ഓൾറെഡി ഞാൻ ഒരു പ്രോബ്ലത്തിൽ ചെയ്തതാണ്. അത് റഫർ ചെയ്യുക, അല്ലെങ്കിൽ സൈഡിലോട്ട് നോക്കിയാൽ മതി എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ y of s is equal to 2 by s minus 3 plus 11 by s minus 3 whole square plus 2 by s minus 3 whole raised to 5 എന്നുള്ള രൂപത്തിൽ വരും. ഇനി നമുക്ക് ഇൻവേഴ്സ് കാണാം. ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടാൽ നമുക്ക് റിക്വയർഡ് ആൻസർ ആയി. ലാപ്ലാസ് ഇൻവേഴ്സ് കാണാൻ എളുപ്പമുണ്ട്. സാധാരണ s minus 3 1 by s minus 3ന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് നമുക്കറിയാം. 1 by s സ്ക്വയറിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് അറിയാം. 1 by s raised to 5ന്റെ ലാപ്ലാസ് ഇൻവേഴ്സും നമുക്കറിയാം. അതിനൊക്കെ ഇവിടെ -3 വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, 3 വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ 3 വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് കാണിച്ചാൽ മതി. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇ റൈസ് ടു ഏത് നമ്പർ വെച്ചിട്ടാണോ ഷിഫ്റ്റ് ചെയ്തത് അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇ റൈസ് ടു എ വെച്ചിട്ടാണ് ഷിഫ്റ്റ് ചെയ്തതെങ്കിൽ ഇ റൈസ് ടു AT വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ലാപ്ലാസ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാം. ഇവിടുന്ന് നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്താൽ നമുക്ക് നമ്മളുടെ സൊല്യൂഷൻ y of t കിട്ടും. സോ y of t is equal to ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് ദിസ്. ലാപ്ലാസ് ഇൻവേഴ്സ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് അഡീഷണൽ സ്പ്ലിറ്റ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള കോൺസ്റ്റൻസിനൊക്കെ പുറത്ത് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 2 into ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 by s minus 3 11 പുറത്ത് വരും. 11 into ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 by s minus 3 whole square പ്ലസ് 2 into ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 by s minus 3 whole raised to 5 വരും. അപ്പോൾ നമുക്ക് അറിയുന്നത് 1 by s minus 3 ലാപ്ലാസ് ഇൻവേഴ്സ് നമുക്കറിയാം, e raised to 3t. ഓക്കെ, e raised to 8ന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ആണ്, സോറി e raised to 8ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1 by s minus a. അപ്പോൾ 1 by s minus aന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് e raised to 8 പ്ലസ് 11 into ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 by s minus 3 whole square ആണ്. അപ്പോൾ 1 by s സ്ക്വയറിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്താണ്. അപ്പോൾ ലാപ്ലാസ് ഇൻവേഴ്സിനെ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? e raised to 3t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 by s സ്ക്വയറിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്താണ്? t ആണ്. ഓക്കെ, t ആണ്. t raised to n ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് എന്ത്? t raised to n ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s raised to n plus 1. അപ്പോൾ ഇവിടെ n എന്താണ്? t സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോൾ 2. അപ്പോൾ 1 അല്ലേ? 1 by s സ്ക്വയർ ആണ്. 1 by s സ്ക്വയർ ആണ്. അപ്പോൾ n plus 1 2 ആണ്. അപ്പോൾ n 1. അപ്പോൾ 1 by sന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? എന്തിൻ്റെ ആയിരിക്കും വന്നിട്ടുണ്ടാവും? 1 by s സ്ക്വയർ.
ഓക്കെ, അപ്പോൾ n ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ടി റൈസ് ടു 1, അതായത് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1/s². 1/s²നെ 3 യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ എസിനെ. അപ്പോൾ നമുക്ക് എന്ത് വരും? ടി ഇൻറ്റു ഇ റൈസ് ടു 3t വരും. അതാണ് എഴുതിയത്. 11 ഇൻറ്റു ടി ഇൻറ്റു ഇ റൈസ് ടു 3t. അഗെയിൻ 1 നമുക്ക് കയ്യിലുണ്ടാവുക ഈ 4 ഫാക്ടോറിയൽ കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് കയ്യിലുണ്ടാവുക 1/s-3 ഹോൾ റൈസ് ടു 5 ആണ്. അപ്പോൾ s-3 എന്ന് പറയുമ്പോൾ ഹോൾ റൈസ് ടു 5 എന്ന് പറയുമ്പോൾ s⁻5നെ 3 യൂണിറ്റ്സ് എസിൽ 3 യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്താണ്. അപ്പോൾ s⁻5ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് അറിയില്ല, കുഴപ്പമില്ല. അപ്പോൾ t⁻n ലാപ്ലാസ് ട്രാൻസ്ഫോം n⁻n+1 s⁻n+1 ആണ്. അപ്പോൾ s⁻n+1 അതായത് 4+1 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 4 ഫാക്ടോറിയൽ ഉണ്ടെങ്കിൽ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താന്ന് പറയാം? t⁻4ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 4 ഫാക്ടോറിയൽ s⁻5 എന്ന് പറയാം. അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് 4 ഫാക്ടോറിയൽ s⁻5ന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് t⁻4 ആണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 4 ഫാക്ടോറിയൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 4 ഫാക്ടോറിയൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ കൊടുക്കണം. ലാപ്ലാസ് ഇൻവേഴ്സ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ അകത്ത് തന്നെ കൊടുക്കണം എന്നില്ല, പുറത്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ 2/4 ഫാക്ടോറിയൽ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ s-3 ഹോൾ റൈസ് ടു 5 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? പിന്നെ 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ s⁻5ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം t⁻4 ആണ്. അതിനെ 3 യൂണിറ്റ്സ് എസിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ e⁻3t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? y of t is equal to 2 into e⁻3t plus 11 into t e⁻3t plus 1/12. അതായത് 2/4 ഫാക്ടോറിയലിനെ സിംപ്ലിഫൈ ചെയ്താണ്. 2/4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2/24, അതായത് 1/12. 1/12 t⁻4 e⁻3t. അതായിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് പ്ലസ് 6y is equal to 1 plus e⁻t y of 0 is equal to 0, y dash of 0 equal to 0. സാധാരണ പോലെ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y of t is equal to y of s. ഇക്വേഷനിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. Then Laplace transform of y double dash plus Laplace 4 into Laplace transform of y dash plus 6 into Laplace transform of y is equal to Laplace transform of 1 plus Laplace transform of e⁻t. Simplify Laplace transform of y double dash s square y of s minus s into y of 0 minus y dash of 0 plus 4 into Laplace transform of y dash. Laplace transform of y dash is equal to s into y of s minus y of 0 plus 6 into Laplace transform of y, that is y of s, equal to Laplace transform of 1 is 1/s plus Laplace transform of e⁻t is equal to 1/s+1. Okay, again simplify s square y of s minus s into y of 0 0. So s into 0 minus y dash of 0, again 0 plus 4 into s into y of s, that is 4s y of s minus plus 4 into minus y of 0. Y of 0 0 ആണ്. അപ്പോൾ 4 into 0 minus 4 into 0 plus 6 into y of s is equal to 1/s plus 1/s+1. സിംപ്ലിഫൈ ചെയ്യാം. ഇതിൽ ലെഫ്റ്റിൽ ഓൾറെഡി നമ്മൾക്ക് y of s വരുന്ന ടേംസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ടേംസ് ഒക്കെ 0 ആയിട്ട് പോകും. ഇത് 0 ആയിട്ട് പോകും. s into 0 ആണ് 0. അഗൈൻ ഇത് 0 ആണ്. 4 into 0 0. അപ്പോൾ y of s നെ ലെഫ്റ്റിൽ നിന്ന് കോമൺ എടുക്കാം. അപ്പോൾ y of s നെ കോമൺ എടുത്താൽ ഇവിടുന്ന് s സ്ക്വയർ, പിന്നെ ഇവിടുന്ന് പ്ലസ് 4s, ഇവിടുന്ന് പ്ലസ് 6. അപ്പോൾ s സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 ഇൻറ്റു y of s is equal to റൈറ്റ് സൈഡിൽ സിംപ്ലിഫൈ ചെയ്താൽ 1/s plus 1/s+1. അതിനെങ്ങനെ എഴുതാം? s+1 1 into s+1 plus 1 into s, അതായത് s ഡിവൈഡ് ബൈ s into s+1 എന്ന് എഴുതാം. അതായത് ഇവിടെ സിംപ്ലിഫൈ ന്യൂമറേറ്ററിൽ സിംപ്ലിഫൈ ചെയ്താൽ 2s plus 1 ഡിവൈഡ് ബൈ s into s+1. അത് റൈറ്റ് സൈഡിലും അതേപോലെ സിംപ്ലിഫൈ. അപ്പോൾ നമുക്ക് ഇതേപോലെ എഴുതാം. അപ്പോൾ ഇനി y of s നെ ലെഫ്റ്റിൽ നിർത്തുക,
റൈറ്റ് സൈഡിലേക്ക് ബാക്കിയുള്ള ടേംസിലേക്ക് മാറ്റും. അപ്പോൾ ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ y ഓഫ് എസ് ഇസ് ഇക്വൽ ടു 2s പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 വരും. ഓക്കെ, അതായത് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. നമുക്ക് ഇനി ലാപ്ലാസ് ഇൻവേഴ്സ് കാണണം. പക്ഷെ ലാപ്ലാസ് ഇൻവേഴ്സ് കാണാനുള്ള നല്ലൊരു ഫോമാറ്റിലല്ല ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോം കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലാപ്ലാസ് ഇൻവേഴ്സ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ പാർഷ്യൽ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യുക. പാർഷ്യൽ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കുക, ഈ സെക്കൻഡ് ഡിഗ്രി ന്യൂമറേറ്ററിലുള്ള സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമുക്ക് ഇനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ കഴിയില്ല. ഓക്കെ, അതിന് വേണമെങ്കിൽ നമുക്ക് എസ് സ്ക്വയർ പ്ലസ് 4sന്റെ റൂട്ട്സ് ഒന്ന് കൊണ്ടുവെക്കുക. റൂട്ട്സ് കോംപ്ലക്സ് റൂട്ട്സ് ആയിട്ടാണ് വരിക, അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെ കൺസിഡർ ചെയ്യേണ്ടി വരും? എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് 1 പ്ലസ് സി എസ് പ്ലസ് ഡി ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 6. അപ്പോൾ അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഒരു ടേബിൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ വരിക. അപ്പോൾ ഇനി നമുക്ക് എയും ബിയും സിയും ഡിയും കണ്ടെത്താം. അപ്പോൾ എങ്ങനെ കണ്ടെത്താം? നമ്മൾ എഗെയിൻ ഇവിടെ ഈ ടേം വെച്ചിട്ട് ഇക്വേഷൻ റൈറ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2s പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കിയുള്ള ടേംസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എ ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് പോകും. ഈ ബി വരുന്ന ടേംസിൽ ബാക്കി എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 സി ഡി പ്ലസ് ഡിയിൽ വരുന്ന ടേമിൽ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 ക്യാൻസൽ ആയി പോകും, ബാക്കി ഉണ്ടാവുക എസ് പ്ലസ് 1. ഓക്കെ, ഈ ടേമിനെ ഡിനോമിനേറ്ററിലുള്ള ടേമിനെ റൈറ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ അവസാനം നമുക്ക് ഇതേപോലെ. ഇനി ഇതിൽ നോക്കുക, നമുക്ക് എൻ്റെയും ബിൻ്റെയും വാല്യൂ കാണാൻ എളുപ്പമാണ്. എന്റെ വാല്യൂ കാണണമെങ്കിൽ ബിന്റെയും സിന്റെയും കോയിഫിഷ്യന്റ് സി എസ് പ്ലസ് ഡിന്റെയും കോയിഫിഷ്യന്റ് 0 ആക്കിയിട്ട് കൊടുത്താൽ മതി. സി എസ് പ്ലസ് ഡി ബിന്റെയും സി എസ് പ്ലസ് ഡിന്റെയും കോയിഫിഷ്യന്റ് 0 ആണെങ്കിൽ നോക്കുക ഇവിടെ എസ് ഉണ്ട്. അപ്പോൾ എസിന് എന്ത് കൊടുക്കുക? 0 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പുട്ട് എസ് ഈക്വൽ ടു 0. എസ് 0 കൊടുത്താൽ ലെഫ്റ്റിൽ എന്ത് വരും? 2s 2 ഇൻറ്റു 0 പ്ലസ് 1 1 ഈക്വൽ ടു എ ഇൻറ്റു 0 പ്ലസ് 1 again 1 into s square plus 4s plus 6 s 0 കൊടുത്താൽ 6. അപ്പോൾ 1 is equal to a into 1 into 6 is equal to 1 into 6 എന്ന് വരും. അതായത് a equal 1 is equal to a6 എന്ന് വരും, അല്ലെങ്കിൽ 6a എന്ന് വരും. അതായത് a is equal to 1/6 എന്ന് വരും. ഇനി ബിന്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ നോക്കുക, ഇവിടെ s plus 1 ഉണ്ട്, സി എസ് പ്ലസ് ഡിന്റെ കോയിഫിഷ്യന്റിലും s plus 1 ഉണ്ട്. അപ്പോൾ s plus 1നെ 0 ആക്കിയാൽ മതി. അപ്പോൾ എസ് പ്ലസ് 1നെ 0 ആക്കണമെങ്കിൽ എസിന് -1 ചൂസ് ചെയ്യാം. എസിന് -1 ചൂസ് ചെയ്യുമ്പോൾ 2s പ്ലസ് 1 -1 വരും. എന്റെ കോയിഫിഷ്യന്റ് 0 ആവും. പിന്നെ ബിന്റെ കോയിഫിഷ്യന്റ് എന്താ വരിക നോക്കാം, ബി ഇൻറ്റു എസ് -1 പിന്നെ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 അതായത് -1 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു -1 പ്ലസ് 6. അതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടും -1 is equal to -b ഇൻറ്റു 3. ഇവിടെ 3 ആണ് വരിക, ഇവിടെ മൈനസ്. അപ്പോൾ -b ഇൻറ്റു 3 വരും. അതായത് ഈ നെഗറ്റീവും ഇത് നെഗറ്റീവും പോസിറ്റീവ് ആവും. അപ്പോൾ 1 is equal to 3 ഇൻറ്റു b വരും. അതായത് b equal to 1/3. ഇനി സിന്റെയും ഡിന്റെയും വാല്യൂ കാണണമെങ്കിൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് എന്ത് ചൂസ് ചെയ്യണം? എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 0 ആയിട്ട് വരുന്ന രീതിയിൽ ഒരു റിയൽ നമ്പറിനെ ചൂസ് ചെയ്യണം. അങ്ങനെ ഒരു റിയൽ നമ്പർ ഉണ്ടാവണോ ചെക്ക് ചെയ്യുക. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് എസിലുള്ള, അപ്പോൾ അതിന്റെ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ റിയൽ നമ്പർ ഉണ്ടാവില്ല, കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ആ കോംപ്ലക്സ് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, പക്ഷേ ലെങ്തി ആണ് പ്രോസസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയിട്ടുള്ള എൻ്റെയും ബിന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലെഫ്റ്റിലുള്ള എസ് സ്ക്വയറിന്റെ എസിന്റെ കോയിഫിഷ്യൻസിന്റെ എസിന്റെ പവേഴ്സിന്റെ കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ എൻ്റെയും ബിന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് വരും? 2s പ്ലസ് 1 ഈസ് ഈക്വൽ ടു a 1/6 ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 പ്ലസ് ബി, അതായത് 1/3 ഇൻറ്റു എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 പ്ലസ് സി എസ് പ്ലസ് ഡി ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് വരും. ഇനി കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്യാം. നോക്കാം, നമുക്ക് ആദ്യം
ഡിന്റെ വാല്യൂ കണ്ടെത്താനായിരിക്കും എളുപ്പം. ഡി എവിടെയാണ് കോയിഫിഷ്യന്റ് ആയിട്ട് വരിക നോക്കാം. ഡി മാത്രമായിട്ട് കോയിഫിഷ്യന്റ് വരിക, ഡി ഇവിടെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഡി കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്നത് ഒരു ടേം ഇവിടെ എക്സ്പാൻഡ് ചെയ്താൽ എന്തുണ്ടാവും, ഈ ബ്രാക്കറ്റിൽ നിന്ന് ഡീനെ ചൂസ് ചെയ്യുക, ഈ ബ്രാക്കറ്റിൽ നിന്ന് എസിനെ ചൂസ് ചെയ്യുക, ഈ ബ്രാക്കറ്റിൽ നിന്ന് വണ്ണിനെയും ചൂസ് ചെയ്യുക. അപ്പോൾ ഡി ഇവിടെ കോയിഫിഷ്യന്റ് ആയിട്ട് വരിക. ബാക്കിയുള്ള സി വരുന്ന അല്ലെങ്കിൽ സി വരുന്ന എല്ലാ നമ്പേഴ്സിലും എസ് സ്ക്വയർ ആയിരിക്കും വരിക. കാരണം ഇവിടെ സി എസ് ഉണ്ട്, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട എസ് ആണ്. അപ്പൊ എങ്ങനെയായാലും എസ് സ്ക്വയർ വരും. പിന്നെ അതായത് എസിന്റെ സി വരുന്ന ടേംസിൽ എസിന്റെ പവർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. കാരണം ഇവിടെ ഒരു സി എസ് ഉണ്ട്, അഗൈൻ ഇവിടെ എസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മിനിമം എസ് സ്ക്വയർ വരും. ഓക്കെ, സെക്കൻഡ് പവർ ഒരു എസിന്റെ സി വരുന്ന ടേംസിൽ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എസിന്റെ കോയിഫിഷ്യന്റിനെ കമ്പയർ ചെയ്യുക. എസിന്റെ കോയിഫിഷ്യന്റിൽ ഡി വരുന്നുണ്ട്, അപ്പോ ലെഫ്റ്റില് എസിന്റെ കോയിഫിഷ്യന്റ് 2. ഓക്കെ, ഈക്വൽ ടു പിന്നെ റൈറ്റ് സൈഡിൽ എവിടെയൊക്കെ എസിന്റെ കോയിഫിഷ്യന്റ് വരുന്നുണ്ട് നോക്കുക. ഇവിടെ എസിന്റെ കോയിഫിഷ്യന്റ് എവിടെ വരിക, ഇവിടെ ഒരു 1/6 ഉണ്ട്. പിന്നെ ഈ എസിനെ ഇവിടുന്ന് 1/6, ഇവിടെ എസ് എന്നും പിന്നെ ഇവിടെ 6. ഓക്കെ, അപ്പൊ 6s ആയി. പിന്നെ ഉള്ളത് ഇവിടുന്ന് 1നെയും ചൂസ് ചെയ്യുക, ഇവിടെ 4sനെയും ചൂസ് ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എസ് വരുന്നുണ്ട്. അപ്പൊ 6x + 4s അതായത് 10s. 10s ആണ് ഇവിടെ എസിന്റെ കോയിഫിഷ്യന്റ്. അപ്പോൾ 10 ഇവിടെയുള്ള 1/6 ഇൻറ്റു 10 പ്ലസ് രണ്ടാമത്തെ ടേമിൽ എസിന്റെ കോയിഫിഷ്യന്റ് എവിടുന്ന വരിക, ഇവിടെ 1/3 ഓൾറെഡി ഉണ്ട്. പിന്നെ എസ് ഉണ്ട്, ഇവിടെ s³ പിന്നെ 4s² + 6x. അപ്പോൾ ഇവിടെ 6 ആണ് എസിന്റെ കോയിഫിഷ്യന്റ്. അപ്പോൾ 6 പ്ലസ് ഇവിടെ എസിന്റെ കോയിഫിഷ്യന്റ് എന്താ വരിക, ഇവിടുന്ന് ബ്രാക്കറ്റിൽ നിന്ന് എസിന് ഇവിടുന്ന് എസ്, ഇവിടെ ഡി, ഇവിടെ എസ്, ഇവിടെ 1. അങ്ങനെ വരുമ്പോഴുള്ള പ്രൊഡക്റ്റിലാണ് എസിന്റെ കോയിഫിഷ്യന്റ് വരിക, എസ് മാത്രമായിട്ട് വരാം. ഓക്കെ, എസ് വരാം. അപ്പോൾ അവിടെ കോയിഫിഷ്യന്റ് ഡി എസ് ഇൻറ്റു 1 ആണ്, അത് അവിടുത്തെ കോയിഫിഷ്യന്റ് ഡി. അപ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 2 = 6നെയും 10നെയും കട്ട് ചെയ്താൽ ഇവിടെ 3, ഇവിടെ 5. 5/3 പ്ലസ് ഇവിടെ കട്ട് ചെയ്യാം, ഇത് 2 പ്ലസ് ഡി. ഈ 2നെയും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഡി = -5/3 വരും. അതായത് 0 = y/3 പ്ലസ് ഡി വരും. അതായത് ഡി = -5/3. ഓക്കെ, ഇനി നമുക്ക് സിന്റെ വാല്യൂ കാണണം. സിന്റെ വാല്യൂ കാണാൻ എളുപ്പം ഇവിടെ നോക്കാം. റൈറ്റ് സൈഡിൽ ഈ ടേം തന്നെ നോക്കാം. സി വരുന്ന ഒരു ടേം ഏതാ വരുന്നത്, ഇവിടുന്ന് സി എസിനെ ചൂസ് ചെയ്യുക, ഇവിടുന്ന് എസിനെ ചൂസ് ചെയ്യുക, ഇവിടുന്ന് എസിനെ ചൂസ് ചെയ്യുക, മൂന്നാമത്തെ ബ്രാക്കറ്റ്. അപ്പോ സി എസ് ഇൻറ്റു എസ് ആണ്, അതായത് സി s³ ആണ്. അപ്പൊ s³ കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്യുക ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും. അപ്പോൾ കമ്പയറിംഗ് കോയിഫിഷ്യൻസ് ഓഫ് s³. ലെഫ്റ്റിലെ s³ എന്നുള്ള ടേം ഇല്ല, അപ്പൊ അതിന്റെ കോയിഫിഷ്യന്റ് എന്താണ്, 0 × s³ ആണ്. അവിടെ ടേം കോയിഫിഷ്യന്റ് 0 ആണ്. അപ്പോൾ ലെഫ്റ്റിൽ 0 ആണ് കോയിഫിഷ്യന്റ് s³ ഈക്വൽ ടു റൈറ്റിൽ എന്താ s³ കോയിഫിഷ്യന്റ് വരിക, s³ ഈ ടേമിൽ എവിടുന്ന വരിക, ഈ ബ്രാക്കറ്റിൽ നിന്ന് എസിനെയും ഈ ബ്രാക്കറ്റിൽ നിന്ന് s² മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മാത്രമാണ് s³ വരിക. അപ്പൊ അതിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ ഒരു 1/6 ഉണ്ട്. പിന്നെ s × s², അതായത് s³, അതായത് അതിന്റെ കോയിഫിഷ്യന്റ് എന്താ വരിക, 1/6 × 1, അതായത് 1/6 പ്ലസ് രണ്ടാമത്തെ ടേമിൽ എവിടെയാണ് s³ വരിക, ഇവിടെ എസും ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് s² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് s³ വരുന്നത്. അപ്പോൾ എസിന്റെ s³ അതിന്റെ കോയിഫിഷ്യന്റ് 1, ഓൾറെഡി ഇവിടെ ഒരു 1/3 ഉണ്ട്. അപ്പോൾ അതിന്റെ s³ കോയിഫിഷ്യന്റ് 1/3 പ്ലസ് സി, ഇവിടെ s³ വരിക CS, പിന്നെ എസ് ഇവിടുന്ന് എസ്. അപ്പോൾ CS × S × S, CS³, അതിന്റെ s³ കോയിഫിഷ്യന്റ് സി. അപ്പോൾ ഇതാണ് വരിക. അപ്പോൾ നമുക്ക് അവിടെ സിംപ്ലിഫൈ ചെയ്താൽ 0 = ഇവിടെ സിംപ്ലിഫൈ ചെയ്താൽ 1/6 + 1/3 എന്ത് വരും, 3 + 6 / 6 × 3 വരും. അതായത് 9/18 പ്ലസ് സി വരും. 9/18 നമുക്ക് ക്യാൻസൽ സിംപ്ലിഫൈ ചെയ്യാം, 1/2. അതൊക്കെ 9 വെച്ചിട്ട് കട്ട് ചെയ്താൽ അപ്പോൾ സി = -1/2 വരും. അപ്പോൾ നമുക്ക് എ ബി സി ഡി ഈ 3 നമ്പേഴ്സും എന്താന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Therefore, thus 2s + 1 / s × s + 1 × s² + 4s + 6 is equal to 1/6/s + 1/3 + s + 1 + -1/2 × s +
5/3 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവേഴ്സ് കാണാം. ഇൻവേഴ്സ് കാണണമെങ്കിൽ അഗെയിൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇൻവേഴ്സ് കാണണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ ഇങ്ങനെയുള്ള നമ്പറിന്റെ ഇൻവേഴ്സ് കാണാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ്. സെയിം ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യുക, ഡിനോമിനേറ്ററിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഇതിന് മുന്നുള്ള ഒരു പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് റെഫർ ചെയ്യുക. എക്സ്പ്ലനേഷനും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു വീഡിയോയിൽ, അത് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ സൈഡിലേക്ക് നോക്കുക ഞാൻ എന്താ ചെയ്തത്. ഡിനോമിനേറ്ററിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ s+2 ഉണ്ട്. അപ്പോൾ ഇവിടെ s ഉള്ളിടത്ത് s+2 എന്ന രീതിയിൽ റീറൈറ്റ് ചെയ്തു. എന്നിട്ട് ഓരോ ടേമിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നമുക്ക് അഗെയിൻ നമ്മളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഒന്നുകൂടെ റീറൈറ്റ് ചെയ്ത് എഴുതുക. 1/6 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1/3 ഡിവൈഡ് ബൈ s+1 പ്ലസ് s/2. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് അപ്പോൾ ഇവിടെ മാറ്റി എഴുതണം. ഈ ടേമിനെ എനിക്ക് എങ്ങനെ എഴുതാം, ഇതേ രൂപത്തിൽ എഴുതാം. ഓക്കെ, എന്നിട്ട് വേണം ലാപ്ലാസ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ therefore y of t, ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് y of t is equal to 1/6 ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1/3 into ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s+1 മൈനസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് ദിസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കാണണമെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെ കാണാമെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ നല്ല എക്സ്പ്ലനേഷൻ ആണെങ്കിൽ നിങ്ങൾ തൊട്ട് മുന്നോ അതിന് മുന്നുള്ള വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക. അതിലുണ്ട്, നിങ്ങൾ ഓൾറെഡി നോട്ട്സിൽ എഴുതിയിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതേ രൂപത്തിൽ മാറ്റി എഴുതാന്ന് പറഞ്ഞു. അപ്പോൾ implies y of t is equal to 1/6 ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1/3 into ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s+1 മൈനസ് ഓഫ് അഗെയിൻ ഇത് ഈ ടേമിന് ഇതേപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലാപ്ലാസ് ഇൻവേഴ്സ് ഇവിടെ കണ്ടാൽ മതി. സ്പ്ലിറ്റ് ലാപ്ലാസ് ഇൻവേഴ്സ് അഡീഷണൽ സ്പ്ലിറ്റ് ചെയ്യുക. കോൺസ്റ്റന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പുറത്ത് മൈനസ് ഓഫ് 1/2 into ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് s+2 ഡിവൈഡ് ബൈ s+2 ഹോൾ സ്ക്വയർ പ്ലസ് 2 പ്ലസ് 2/3 into ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s+2 ഹോൾ സ്ക്വയർ പ്ലസ് 2. സിംപ്ലിഫൈ ചെയ്യാം. This will be equal to അല്ലെങ്കിൽ y of t is equal to 1/6 into ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1/3 into ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s+1 മൈനസ് ഈ മൈനസിനുള്ളിലായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. മൈനസ് 1/2 ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് s+2 ഡിവൈഡ് ബൈ s+2 ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് ഇവിടെ അഗെയിൻ ഇവിടെ 1/s² 1/s² പ്ലസ് 2 അതിനെ 2 യൂണിറ്റ്സ് -2 യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്താണ്. ഓക്കെ, -2 യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മോർ ഓവർ ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഈ 2 ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും. അത് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ ഇതേ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇവിടെ കൊടുത്തു. അതായത് ഈ 2ന്റെ സ്ക്വയർ റൂട്ട് അത് കൊടുക്കുമ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ ഡിനോമിനേറ്ററിലും കൊടുക്കണം. ലാപ്ലാസ് ഇൻവേഴ്സ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് അതെന്ത് എവിടെ കൊടുത്താലും മതി, പുറത്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ √2 അവിടെ കൊടുത്തിട്ടുണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് കൊടുത്താൽ നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സ് ഇനി കാണാം. 1/6 ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s 1 ആണ്. ഓക്കെ, 1/s 1 പ്ലസ് 1/3 into ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s+1. 1/s മൈനസ് അതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് e⁻at ആണ്. അപ്പോൾ 1/s+1ന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് 1/s മൈനസ് -1ന്റെ ലാപ്ലാസ് ഇൻവേഴ്സ്. അപ്പോൾ e⁻−1t അതായത് e⁻−t പ്ലസ് 1/2 ഇൻറ്റു നോക്കുക ഇവിടെ s+2 ഉണ്ട്, ഇവിടെ s+2 ഹോൾ സ്ക്വയർ ഉണ്ട്. അതായത് s/s² പ്ലസ് 2ന്റെ പ്ലസ് 2നെ 2 യൂണിറ്റ്സ് എസിന് ഷിഫ്റ്റ് ചെയ്താണ്. അപ്പോൾ s/s² പ്ലസ് 2ന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കോസ് സ്ക്വയർ റൂട്ട് ഓഫ് 2t ആണ്. അതിനെ എന്ത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 യൂണിറ്റ്സ് -2 യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ e⁻²t വെച്ചിട്ട് മൾട്ടിപ്ലൈ ആവും. അപ്പോൾ 1/2 e⁻²t കോസ് സ്ക്വയർ റൂട്ട് ഓഫ് 2t സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു t മൈനസ് 2 ഇൻറ്റു 2/സ്ക്വയർ റൂട്ട് ഓഫ് 2 ഉണ്ട്. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഈ 2 കട്ട് ചെയ്താൽ ന്യൂമറേറ്റർ സ്ക്വയർ റൂട്ട് ഓഫ് 2 വരും. സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ്
നോക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2. ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ആണ് എന്ത്? സൈൻ 2 സ്ക്വയർ റൂട്ട് ഓഫ് 2t. അതിനെ എസ്സിൽ 2 യൂണിറ്റ്സ് -2 യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ e⁻²t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ്, അപ്പോൾ എന്ത് വരും? e⁻²t ഇൻറ്റു സൈൻ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു ടി. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ, നമ്മുടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഇതായിരിക്കും. ഓക്കെ, രണ്ട് പ്രോബ്ലം ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.